Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 9 സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരെ നിങ്ങൾ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ബാലൻസ് സബ്ജക്ട്സ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, പിന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ്, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള ഒരു സജഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ഒന്ന് നേരത്തെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം യൂണിവേഴ്സിറ്റി പുതിയതാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇതിനേക്കാൾ മുമ്പുള്ള ഇയറിൽ വന്നിട്ടുള്ളത് ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒറ്റ ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ വർഷത്തെ MCOM-ന്റെ. അപ്പോൾ സാധാരണ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ഒക്കെ എക്സാമിന് 3-4 ദിവസം മുമ്പൊക്കെ ചെയ്യാറ് വിത്ത് ആൻസർ കീ. ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് വന്നതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിസർച്ച് മെത്തഡോളജിയുടെ, നിങ്ങളുടെ ആദ്യത്തെ എക്സാമാണ് റിസർച്ച് മെത്തഡോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ കീ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻ വീഡിയോ നമ്മൾ ആസ് യൂഷ്വൽ എക്സാമിന് തൊട്ട് മുമ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCOM ഈ 3 കോഴ്സിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അത് മാത്രമല്ല എല്ലാ കോഴ്സിന്റെയും അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായിരുന്നത്. MCOM ഡിഗ്രി എക്സാമിനേഷൻസ് മെയ് 2024 ഫസ്റ്റ് സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി 2023 ജൂലൈ അഡ്മിഷൻ. സോ 70 മാർക്സ് ആണ്, 3 hours ആണ് ടൈം. സെക്ഷൻ എയില് ഞാൻ ഇതിനേക്കാൾ മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിനേക്കാൾ മുമ്പ് പാറ്റേൺ വീഡിയോസിൽ ആദ്യത്തെ പാർട്ടിൽ 8 ചോദ്യങ്ങളാണ്. ആൻസർ എനി 5 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 സെന്റൻസസ്. 2-3 സെന്റൻസിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. അപ്പോൾ 8 ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ആൻസർ ചെയ്യണം. 2 into 5 10 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളിലോട്ട് ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്പർ 1, വാട്ട് ഈസ് എക്സ്പ്ലോറട്ടറി റിസർച്ച്? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് 2 മാർക്സിന്റെ പ്രതീക്ഷിക്കുക എന്നുള്ളത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതാണ് വന്നിട്ടുള്ളത്. പിന്നെ ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പോപ്പുലേഷൻ എന്താണ്, ഇപ്പൊ സെൻസസ്, അതുപോലെ തന്നെ സാമ്പിൾ, അങ്ങനെയുള്ള ബേസിക് ടോപ്പിക്കുകൾ വരാം. അതിൽ ഉള്ള ഒരു ടൈമാണ് ഈ പറഞ്ഞ പോപ്പുലേഷൻ. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ് റിസർച്ച് ഡിസൈൻ. 3rd യൂണിറ്റ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ എന്താണ് റിസർച്ച് ഡിസൈൻ, വാട്ട് ഈസ് മീൻ ബൈ റിസർച്ച് ഡിസൈൻ? പിന്നെ വാരിയബിൾ എന്താണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് യു മീൻ ബൈ വാരിയബിൾസ്? ദെൻ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, വീണ്ടും പ്രതീക്ഷിക്കാം. പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, നോൺ പാരാമെട്രിക് എന്താണ്? പിന്നെ സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എറർ, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ. നമുക്ക് പലതരത്തിലുള്ള സ്കെയിൽസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലിക്വിഡ് സ്കെയില്, അതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. ഈ പറയുന്ന കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയില്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സ്കെയിൽസിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. മൊഡ്യൂൾ നമ്പർ 4 ആണത്. മൊഡ്യൂൾ നമ്പർ 3, ദെൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് എന്താണ്, വീണ്ടും പ്രതീക്ഷിക്കാം. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ട് എയിലുള്ള ചോദ്യങ്ങൾ. ഇനി പാർട്ട് ബിയില് ആൻസർ എനി 6 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 page ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 5 മാർക്സ്. അപ്പോൾ നമുക്ക് 10 ചോദ്യങ്ങളുണ്ട്. അതിൽ 6 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 5 മാർക്സ്. ഓക്കെ, ഇതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9, എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, ഇതാണ് ആദ്യത്തെ. പിന്നെ ക്വസ്റ്റ്യനെയറും ഇന്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്.
നമ്മുടെ ബുക്കിൽ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്, ഈസി ക്വസ്റ്റ്യൻ. ദെൻ ഇന്റർപ്രിട്ടേഷൻ എന്താണ്, എക്സ്പ്ലെയിൻ ദി ടെക്നിക്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. Then explain the steps in the process of research. Repeat question. Basics ആണ് first module. Then different sources of errors in measurement, module number 3. Then what is research problem? അതിന് importance again basic question. Then causes of systematic bias. Causes of systematic bias. Systematic bias ന്റെ causes അതാണ് മറ്റൊരു ചോദ്യം. Then question number 17, what is research design? Mention the need for research design. Again basic question. Then question number 18, explain the types of research on the basis of methods. First unit ആണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ 4 നമ്മുടെ യൂണിറ്റിൽ നിന്നും 4 ബ്ലോക്കിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. 6 എഴുതിയാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമുക്ക് എഴുതേണ്ട ചോദ്യങ്ങളുടെ ഇരട്ടിയുടെ അടുത്ത് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും 2 ബ്ലോക്കിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു 6 എണ്ണം അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബി. ഇനി പാർട്ട് സി. സോ ആൻസർ ഇനി 2 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 4 pages each. Each question carries 15 marks. 15 into 2 30 marks ആണ്. 4 ബ്ലോക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്ന ചോദ്യം question number 19, write a detailed note on contents of a research report. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം essay ആയിട്ട്. Then briefly explain different types of sampling techniques. വീണ്ടും പ്രതീക്ഷിക്കാം essay. Scaling എന്താണ്, different types of scales. Then explain in detail the process of preparation of research proposal, unit number 4, module number 1. അപ്പോൾ ഇതാണ് റിസർച്ച് മെത്തഡോളജിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. എന്ന് വെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിതിൻ്റെ ആൻസർ കീ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ വീഡിയോ എക്സാമിൻ്റെ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നോക്കി നിങ്ങൾ പഠനം ആരംഭിക്കുക. ഈ പാറ്റേണും എന്തായിരുന്നു ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ചെയ്യാൻ കാരണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഈ പറയുന്ന ഓരോ പാർട്ടിലുള്ള ഡിസ്കഷൻ വീഡിയോയും ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഒക്കെ വേഗം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലൂടെ കാര്യങ്ങൾ കുറച്ചും കൂടിയും ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻസർ കീ ഉൾപ്പെടെയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേ ദിവസം ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വലിച്ചു വാരി പഠിക്കാതിരിക്കുക. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അത് പിക്ക് ചെയ്ത് ആ ഓർഡറിൽ പഠിക്കുക. ബുക്ക് എടുത്തിട്ട് ബുക്കിൻ്റെ ഓർഡറിലല്ല പഠിക്കേണ്ടത്. അതല്ല സ്മാർട്ട് സ്റ്റഡി. ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ് മുൻകൂട്ടി മനസ്സിലാക്കി അത് പഠിച്ച് അവസാനിപ്പിക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കാണാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.